ഹായ് ഞാൻ ദീപ. ഇന്ന് ഞാൻ എൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിയറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എനിക്ക് അത്യാവശ്യം ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെത്താനെ ചെയ്യാനുള്ള കപ്പാസിറ്റി, കോൺഫിഡൻസ് എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെത്താനെയാണ് ചെയ്യുന്നത്, ആരുടെയും ഹെൽപ്പ് എടുക്കാറൊന്നുമില്ല. പക്ഷേ ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണല്ലോ, അപ്പോൾ എനിക്ക് ചില പേടികളുണ്ട്. അത് പലരും കേട്ട് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് എനിക്ക് പേടി കേട്ടോ. ഇച്ചിരി കുറച്ച് അത്യാവശ്യം ആൾക്കാർ ട്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും കൈകാലം വരയ്ക്കുന്ന ഒരു കാര്യമാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം. ട്രെയിൻ യാത്ര ഞാൻ കുഞ്ഞിലെ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മച്ചിയും കൂടെ ഒക്കെ പലപ്പോഴും ട്രെയിനിൽ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ബസ്സിലാണ് ആലപ്പുഴയ്ക്കൊക്കെ പോകുന്നത്. പിന്നെ പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു റെഗുലർ ട്രെയിൻ ട്രാവലിങ്ങിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ പോയേക്കുന്നത് ഈ ജോലിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ ആയിട്ട് ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്ക് പോകും, ട്രിവാൻഡ്രത്ത് നിന്ന്. അപ്പോൾ അത് മിക്കവാറും ജനശതാബ്ദി രാവിലത്തെ പിടിച്ച് അത് ആരെങ്കിലും എന്നെ വന്ന് ട്രെയിനിന്റെ അവിടെ കൊണ്ടുവന്ന് സീറ്റൊക്കെ കാണിച്ച് ഇരുത്തിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും. അവിടെ നിന്ന് പിന്നെ ഓട്ടോ പിടിച്ച് ഇൻഫോ പാർക്കിലെത്തും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാനാണെങ്കിലും ആരെങ്കിലും ഒക്കെ കാണും. നമ്മൾ കൂട്ടായിട്ടൊക്കെ ആയിരിക്കും ഇന്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ഒക്കെ കാണും. അപ്പോൾ അവരുടെ വാല പിടിച്ച് അങ്ങ് പോയാൽ മതിയല്ലോ. ഒറ്റയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അറിയാമെങ്കിലും ഒറ്റയ്ക്ക് ട്രെയിൻ കണ്ടുപിടിച്ച് കയറുക എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഭയങ്കര പേടിയുള്ള സംഭവമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇഗ്നോയുടെ പ്രോജക്ട് സബ്മിഷന് എറണാകുളത്താണ് പോകേണ്ടത്. അന്ന് ബിജു എറണാകുളത്ത് വിപ്രോയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ എന്നെ ഇവിടുന്ന് അച്ചറ്റി ട്രെയിൻ കയറ്റി വിട്ടു. അതോ ആലപ്പുഴ വഴി കണ്ട ഞാൻ പോകും, അങ്ങനെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് ബിജു എന്നെ കയറ്റി വിടുക ചെയ്തത്. അത് ഏതോ ഹിന്ദിക്കാരൊക്കെ ഉള്ള ഈ ചവച്ച് മുറുക്കിയൊക്കെ തുപ്പിയൊക്കെ ഇരിക്കുന്ന ഒരു സെറ്റ് ആൾക്കാരുള്ള ഒരു ട്രെയിൻ. ആ ട്രെയിനിൽ എനിക്കൊന്ന് തൊട്ടിലൊക്കെ കെട്ടി കൊച്ചു പിള്ളേരെയൊക്കെ. അപ്പോൾ എനിക്കതൊക്കെ കണ്ടിട്ട് പേടിയാവും. അതുപോലെ ആ സമയത്ത് കണ്ട നമ്മുടെ ഗോവിന്ദചാമിയുടെ ഒക്കെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്കങ്ങ് അതിൻ്റെയൊക്കെ ആണോ എന്നറിയത്തില്ല, എനിക്കങ്ങ് പേടിച്ച് വിറച്ച് ഞാൻ തിരിച്ച് വീടെത്തിയപ്പോഴത്തേക്കും അന്ന് അന്നയ്ക്ക് എനിക്ക് തോന്നുന്നു 4 മാസം കണ്ടുള്ളൂ. അപ്പോൾ അവളെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഈ പ്രോജക്ട് സബ്മിഷൻ വൈവയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, MCA-യുടെ. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ തളർന്നു. അതായത് ഇങ്ങനെ പേടിച്ച് ഇരുന്ന് തിരിച്ച് വീട്ടിലെത്തി ഞാൻ അങ്ങ് തളർന്ന് അങ്ങ് കിടന്നു പോയെന്ന് വേണം പറയാം. 2-3 ദിവസം എനിക്ക് പനിയോ എന്തൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് പേടിയാണ് എനിക്ക് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ അമ്മേനെയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും ആരെങ്കിലും ഒക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എനിക്ക് ഒന്ന് ഹെൽപ്പിനായിട്ട് വരും. അപ്പം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ട്രെയിനിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ശനിയാഴ്ച ഞായറാഴ്ച കല്യാണം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടുന്ന് പോയി പിന്നെ തിരിച്ചു വരുന്ന എപ്പോഴും ഞായറാഴ്ച രാത്രി തിരിച്ചു വരത്തുള്ളൂ. ഞായറാഴ്ച ഒരു 10-10:30 തിരിച്ചെത്തത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ടും എനിക്കും ജോലിയുണ്ട്. പിള്ളേർക്ക് സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ 7 മണിക്കൊക്കെ ഒരാൾക്ക് പോകേണ്ടത്. അപ്പം ഈ രാത്രി 10:30 വന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. കാരണം എൻ്റെ മീൽ പ്രിപ്പ്, പിന്നെ വീടാകാലം കൊല്ലം ഒരാഴ്ചത്തെ പണി ശനി ഞായറും കൊണ്ട് തീർക്കുന്നൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വരുന്നില്ലെന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത്. പിന്നെ ആലോചിച്ച് ബിജുവിന്റെ സൈഡിൽ നിന്നുള്ള കല്യാണമൊക്കെ കുറെ നാളായി, അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങൊക്കെ കുറെ നാളായി. അപ്പം ബിജുവിന്റെ പപ്പായുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പം എനിക്ക് മിസ്സാക്കാനും വയ്യ, എന്നാ പോകാനും വയ്യ. ബിജുവിന്റെ കൂടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് കാർ യാത്ര എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തികട്ടി വരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അത്രയും ഇതെടുത്ത് എന്റെ ഹെൽത്ത് ഒക്കെ കളഞ്ഞ് എനിക്ക് പോകാനും പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ തന്നെ രാവിലെ ചാടി എണീറ്റ് ജോലിയൊക്കെ ചെയ്യണമല്ലോ, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം, ട്രെയിൻ ബുക്ക് ചെയ്യാം. അപ്പം ട്രെയിനിൽ ഞാനും അന്നേം പോകാന്നുള്ള തീരുമാനമാണ്. ആനിനെ നമ്മൾ ഇവിടെ അമ്മച്ചി വീട്ടിലാക്കിച്ച് പോകാം. കാരണം ആനിനെയും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ ഒന്നാമത് എനിക്ക് ട്രെയിൻ യാത്ര പേടി, അതിനിടയ്ക്ക് പിന്നെ പറ്റുമോ എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ബിജു തലേന്നേ പോയി, വെള്ളിയാഴ്ച പോയി. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ പോകണം. ശനിയാഴ്ച തിരിച്ചു വരാനാണ്. പക്ഷേ ഞാനിത് തന്നെ തീരുമാനിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തെങ്കിലും ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അപ്പോൾ തുടങ്ങി എനിക്ക് മറ്റേ ആൻസൈറ്റിയും പ്രശ്നങ്ങളും ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയാട്ടോ, ഞാൻ വരണോ പോണോ, അല്ലെങ്കിൽ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്താലോ. അപ്പം എൻ്റെ അനിയത്തി എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധനം അതങ്ങോട്ട് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവളുടെ ഒരു രീതി. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ശിരസ വെച്ച് ശരിയാണ്, അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ സോളോ ട്രിപ്പ് ഒക്കെ പോകാൻ. നടന്ന കാര്യമാണ്. പക്ഷെ എൻ്റെ 3 ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അന്നയോട് പറയും, അന്ന വേണോ അല്ലെങ്കിൽ വേണ്ട അല്ലെ, ഇങ്ങനെ ഒരു എന്താണ് അവസാനം അന്ന തന്നെ പറഞ്ഞു, അമ്മേ എങ്ങാനും ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ ഞാൻ നല്ലതൊക്കെ പറയും കേട്ടോ. കാരണം ഞാൻ ശനിയാഴ്ച എന്തോ പരിപാടി ഉണ്ടായിരുന്നു, അതും ക്യാൻസൽ ചെയ്തിട്ടിരിക്കും. അവൾക്ക് എന്തോ പരിപാടി ഉണ്ടായിരുന്നു, അത് ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചതാ. എന്നിട്ട് അമ്മ ഇനി ഇത് ക്യാൻസൽ ചെയ്താൽ ഞാൻ വല്ലതൊക്കെ പറയുമെന്ന് പറഞ്ഞ് അവസാനം നമ്മളൊരു വിധത്തിൽ പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അത് ഈ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചിരി വരുമായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ എൻ്റെത് എനിക്ക് അവിടെ പോയി ബന്ധുക്കളെയൊക്കെ കാണണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതിലെ കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഈ ഒരു ഫിയർ ഒന്ന് മാറ്റണം. അപ്പം എന്നെ ഇവിടുന്ന് കൊണ്ടുവിടാൻ ബിജു ഇല്ല, അച്ചാച്ചിക്ക് തീരെ വയ്യ. പിന്നെ അനിയന് എനിക്കൊന്നുമില്ല, രാവിലെ അവന് വന്നാലും അവനും ഇതിനെപ്പറ്റി വലിയ പിടുത്തം, അവനും അങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് അവനും അറിയത്തില്ല. സോ നമ്മൾ എല്ലാം തന്നെ ചെയ്യണം. അപ്പം ഞാൻ തലേന്ന് തന്നെ പോയിട്ട് ഇവിടെ നമുക്ക് ബാക്ക് സൈഡ്, ഇവിടെ ട്രിവാൻഡ്രം സെൻട്രൽ ബാക്ക് സൈഡിലാണ് നമുക്ക് വണ്ടി വെക്കേണ്ടത്. പക്ഷെ അവിടെ അങ്ങനെ പാർക്കിംഗ് സ്ഥലമൊന്നുമില്ല, നോ പാർക്കിംഗ് ഏരിയയിലാണ് എല്ലാവരും പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ പെറ്റി കിട്ടും ഇതൊക്കെ. അപ്പോൾ എങ്ങനെ വെക്കും, അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് ആ ഏരിയയിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ബിജുനോട് ചോദിച്ചിട്ട് ബിജു അതങ്ങ് പോയാൽ മതി, അങ്ങ് നോക്കിയാൽ മതി, കയറിയാൽ മതി. ബിജു ഒക്കെ സ്ഥിരം ട്രെയിനിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് അതൊക്കെ മറ്റേ ചുമ്മാ കളിയാണ് അവർക്കൊക്കെ. നമുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വൻ ഒരു സംഭവമാണ്. അപ്പൊ എന്നിട്ട് ഞാൻ തലേന്നെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ സാരി എടുത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ആലോചിച്ചത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് 6:45 ശബരിയിലാണ് രാവിലെ പോകേണ്ടത്. ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു, ഉറക്കമില്ലായിരുന്നു. എന്നിട്ട് 4 മണിയായിട്ട് എണീറ്റിട്ട് അന്ന പറഞ്ഞു അന്നേക്ക് എന്തെങ്കിലും കഴിച്ചു പോകണം. അപ്പം ഞാൻ തലേന്ന് തന്നെ കുറച്ച് മീൽ പ്രപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കുറച്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. 6 മണിയായപ്പം കഴിച്ച് ഇറങ്ങി. എന്നിട്ട് പോകുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാനായിട്ടുള്ള പേടി കാരണം ബ്രെഡ് ഓംലെറ്റും കൂടെ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. എന്നുവെച്ച് അവിടെ ചെന്നപ്പം എന്തോ ഭാഗ്യം, അപ്പൊ പ്ലാറ്റ്ഫോം എവിടെ എന്നുള്ള അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അപ്പോൾ ബിജു പറഞ്ഞു അതവിടെ ചെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. എനിക്ക് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇത് പ്ലാറ്റ്ഫോം ഏതാണെന്ന് തപ്പി കണ്ടുപിടിക്കാൻ പോലും അറിയാത്തത്ര ടെൻഷനാണ്, മനസ്സിലായില്ലേ? അവസാനം ഞാൻ അതിൻ്റെ തലേന്നൊക്കെ ഇരുന്ന് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടു. ശബരി എക്സ്പ്രസ് എങ്ങനെ ഇരിക്കും, എങ്ങനെയാണ് കയറുന്നത്, എങ്ങനെയാണ് സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെന്റ്, കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചിരി വരും. പക്ഷേ ഇതൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ അവസാനം ChatGPT ചോദിച്ചപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മനുഷ്യരെക്കാളും വൃത്തിയിൽ ദീപ പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം, ഇന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യോ, ഇന്നടുത്ത് പോകുന്നൊക്കെ പറഞ്ഞ് എന്താ ChatGPT ആണെന്ന് തോന്നുന്നു. അപ്പം ChatGPT പറഞ്ഞനുസരിച്ച് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ ഇത് ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് ഇന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും, എവിടെയാണ് അതിന്റെ പൊസിഷൻ എവിടെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു റെയിൽവേയിൽ നിന്ന് അയച്ചു തരുന്ന ഒരു ലിങ്കിലാണെങ്കിലും അതിന്റെ കോച്ച് പൊസിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ ഒരു 10 വർഷം മുന്നേ ഞാൻ ട്രെയിൻ യാത്ര ചെയ്തിരുന്ന ആ സമയത്തെ പോലത്തെ എനിക്ക് തോന്നുന്നില്ല, കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്തിനും ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നമ്മൾ ശബരിയിൽ കയറി അവിടെ എത്തി. അവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് നേരെ അവിടെ എത്താനേ പറ്റുള്ളൂ, വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ബിജുവിന്റെ വീട്ടിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ കല്യാണത്തിന് പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ് അവിടെ പെണ്ണും ചെറുക്കനൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. 3 മണിക്ക് ഞങ്ങൾ ഇറങ്ങി, 3:45 അടുത്ത തിരിച്ച്. അപ്പം അങ്ങോട്ട് പോകാൻ നേരത്ത് സ്ലീപ്പർ ആയിരുന്നു ബുക്ക് ചെയ്തത്. അത് നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് സൈഡ് അപ്പറും സൈഡ് ലോറും ആയിരുന്നു. അപ്പോൾ സൈഡ് സീറ്റ് ആയിരുന്നു, 2 പേർക്കും വിൻഡോ സീറ്റ് കിട്ടി. നമ്മൾ നാളെ സമാധാനമായിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നപ്പം സെക്കൻഡ് സിറ്റിംഗ് ആണ് കേട്ടോ ഞാൻ റിസർവ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല ഈ സെക്കൻഡ് സിറ്റിംഗ് എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ തിരിച്ച് കയറിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സീറ്റിൽ വേറെ 2 കൊച്ചു പിള്ളേർ ഇരിപ്പുണ്ട്, അവരുടെ അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ സീറ്റാന്ന് പറഞ്ഞപ്പോൾ ആ പിള്ളേരെ അവർ മാറ്റി. എന്നിട്ട് ഇവരിങ്ങനെ ഇരിക്കുക. ഇവരിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാലങ്ങനെ വിടർത്തി അങ്ങ് ഇരിക്കുക. അതായത് ഒന്നാമത് എനിക്ക് വണ്ണമുണ്ട്, പിന്നെ അന്നയുണ്ട്, 2 പേർക്കും കൂടെ ഇല്ല സീറ്റ്, ഒരു ഇച്ചിരിയെ ഇവർ തരുന്നുള്ളൂ. അവരങ്ങ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയെന്ന് അറിയത്തില്ല, അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് ഒതുങ്ങിയിരിക്കുക, ഞങ്ങൾക്ക് സ്ഥലമില്ല. അപ്പോൾ അവർ ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ ഒന്ന് ഇരുത്തട്ടെ, നിങ്ങൾ ഇങ്ങനെ കടന്ന് വെപ്രാളപ്പെടാതെ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു ഞാൻ വെപ്രാളപ്പെട്ടാണോ, ശരി ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇവർ അങ്ങനെ ഇരുന്നിട്ട് ഇവരുടെ 2-3 കുപ്പി ബാഗ് എല്ലാം അവരുടെ സീറ്റേ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ആ ബാഗും ഇതൊന്നും മാറ്റിക്കുക, കുറച്ച് ഇരിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്തോ ദേഷ്യത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ മാറി. അവർക്ക് വിൻഡോ സീറ്റാ, ഞാൻ നടുക്ക്, അന്നേനെ ഞാൻ ഇങ്ങേറ്റത്തിരുത്തി. അവസാനം അവരിങ്ങനെ ഇരുന്ന് അവർ കിടക്കുന്നതൊക്കെ കാരണം എനിക്ക് ഒന്നാതെ എനിക്ക് ഈ പള്ളിയിലൊക്കെ പോകുമ്പോഴാണ്, ഞാനിപ്പോൾ പള്ളി പോകാത്തതിന്റെ മെയിൻ റീസൺ എനിക്ക് ബെഞ്ചിന്റെ അപ്പുറം ഇപ്പുറം 2 പേര് വന്നിരുന്ന് 1 മണിക്കൂർ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഞായറാഴ്ച ഞാൻ വൈകിട്ട് ഉച്ച കഴിയുമ്പോൾ അങ്ങ് കിടപ്പാവും. കാരണം എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല, ഈ ഫൈബ്രോയിഡ് ഇത് കാരണം പെട്ടെന്ന് മസിൽ കയറി സ്റ്റിഫാവും. അപ്പോൾ എൻ്റെ ഷോൾഡറും കൈയും കഴുത്തും എല്ലാം സ്റ്റിഫായിട്ട് പിന്നെ ഭയങ്കര ക്ഷീണവും, രാവിലെ പോയതിന്റെ ക്ഷീണം, ഉച്ചയ്ക്ക് അവിടെ എല്ലാം തെണ്ടി തിരിഞ്ഞതിന്റെ ക്ഷീണം എല്ലാം കാരണം എനിക്ക് ഉറക്കവും വരുന്നു, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അങ്ങനെ 3 മണിക്കൂർ ഗതികെട്ടാണ് ഞാൻ. പിന്നെ ട്രെയിൻ നല്ല തിരക്കായിരുന്നു, അപ്പോൾ വേറെ എവിടെയും പോയി ഇരിക്കാനും അങ്ങനെ തോന്നിയില്ല. അന്നയാണെങ്കിൽ ഒരു സൈഡിൽ എൻ്റെ മേത്ത് ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു. അവസാനം ഒരു വിധത്തിൽ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചെത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനി കുറച്ചും കൂടെ കാര്യമായിട്ട് ആലോചിച്ച് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഈ സെക്കൻഡ് സിറ്റിംഗ് ഒരു അബദ്ധമായി പോയി. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ തേർഡ് AC അപ്പോൾ ഞാൻ ആലോചിച്ച് ഇങ്ങനെ തിരിച്ചു വരുന്നത് തേർഡ് AC ഒക്കെ ബുക്ക് ചെയ്ത് പൈസ കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് നോക്കായിരുന്നത്. ഏതായിരുന്നു പരശുറാം അങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊരു വലിയൊരു മന്ദബുദ്ധിത്തരമായി പോയി. പഠിക്കുവാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. കാരണം ഇവിടുന്ന് ട്രിവാൻഡ്രം സെൻട്രൽ ഫ്രണ്ട് ഗേറ്റിലാണ് നിർത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്ക് ഗേറ്റിലോട്ടാണ് പോകേണ്ടത്, വഴി അറിയത്തില്ല. ഞാൻ ആദ്യം ഒരു പാലം കയറി വേറെ ഏതോ പാലത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ നോക്കിയത് പിന്നെ എങ്ങോട്ടാണ്. പിന്നെ അവസാനം നമ്മുടെ അച്ചാച്ചി പറയുന്ന പോലെ നിന്റെ വായി നാക്കല്ലേ കിടക്കുന്നത്, എങ്ങോട്ട് ചോദിക്കേ. അങ്ങനെ ഞാൻ അവിടെ കൂടെ പോയ 1-2 പേരോട് ചോദിച്ചു, അതെ എനിക്ക് ബാക്ക് ഗേറ്റിലോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഈ പാലമല്ല, അതിന്റെ അപ്പുറത്തെ പാലം കയറി ഇറങ്ങിയിട്ട് അങ്ങേ സൈഡിലോട്ട് പോയാൽ മതി. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി. ഒരുവിധം ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ വണ്ടിയുടെ അപ്പുറം ഇപ്പുറം 2 ബുള്ളറ്റ്. എനിക്ക് ഒന്ന് അനക്കി എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അപ്പം അന്നയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ 2 ബൈക്ക് ഒരു വിധത്തിൽ തള്ളി മാറ്റി നമ്മുടെ ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ടു, വീട്ടിലെത്തി, കുളിച്ചു. അപ്പോഴാണൊന്ന് സമാധാനമായത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേക്ക് അവേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്തു, സംഭവം കൊള്ളാം. ട്രെയിൻ യാത്ര അത്ര ഭീകരമല്ല. പിന്നെ അറിയത്തില്ല കേരളം വിട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. പക്ഷേ ആസ് ഓഫ് നൗ ഇനി ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് അത്യാവശ്യം യാത്ര പോകാനും കാര്യങ്ങൾ ചെയ്യാനും കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്, പ്രശ്നമൊന്നും ഇല്ല. പിന്നെ എനിക്കൊന്ന് അന്നയും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ഒരു സൈഡ് സീറ്റ് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിൻഡോ സീറ്റ് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്, പ്രശ്നമില്ലാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആസ് ഓഫ് നൗ സംഭവം കൊള്ളാം. പേടിയൊക്കെ ഇച്ചിരി ഒന്ന് മാറിയിട്ടുണ്ട്, എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ ഒരു വലിയ ഫിയർ ഞാനൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി ഇവിടെ കിടക്കട്ടെ. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ യെസ്, പല കാര്യങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇതോടെ ഞാൻ നിർത്തുക. അടുത്ത വീഡിയോ നമുക്ക് വേറെ വിശേഷമായിട്ട്